ഹലോ ഗൈസ്, ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും കാണുന്നത് രേണു സുധീൻ്റെ ന്യൂസുകളാണ് കേട്ടോ. രേണു സുധി അങ്ങനെ ചെയ്തു, രേണു സുധി ഇങ്ങനെ ചെയ്തു, അങ്ങനെ ആ കുട്ടീനെ വളരെ മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടും അതിനെക്കുറിച്ചിട്ടുള്ള മീഡിയാസ് വളരെ മോശമായ രീതിയിൽ ന്യൂസൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ഞാൻ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം രേണു സുധി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ സുധി കൊല്ലത്തെക്കുറിച്ചിട്ട്. അപ്പോൾ സുധി കൊല്ലത്തെക്കുറിച്ച് ജീവിച്ചിരിക്കുന്ന കാലം സുധിച്ചേട്ടനോട് ഇല്ലാത്ത സ്നേഹമാണ് മരിച്ചപ്പോൾ കേരളക്കരക്ക്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂവോ അതല്ലെങ്കിൽ അവരുടെ ഒരു ന്യൂസോ ഒരു മീഡിയാസോ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ വീട്ടിലിരുന്നിട്ട് അവർ ജോലി ചെയ്യും. അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരെ ജോലിക്ക് വിടാതിരിക്കുക, അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ വീട്ടിലെത്തിച്ചു കൊടുക്കുക. അല്ലാതെ അവരെ ജീവിതത്തിലേക്ക് പോയി എന്തിനിടപെടുന്നു? അവരെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടില്ലേ. ഇതേപോലെയാണ് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ ജീവിതം ഉണ്ടായത് കേട്ടോ. കലാഭവൻ മണിച്ചേട്ടൻ മരിച്ചപ്പോഴുള്ള അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം കലാഭവൻ മണീൻ്റെ സിനിമയല്ല കൂടുതൽ കലാഭവൻ മണി സിനിമയിൽ കൂടുതലും ചെയ്തിട്ടുള്ളത്, മണിച്ചേട്ടൻ കൂടുതൽ ചെയ്തിട്ട് ഗുണ്ടയായിട്ടൊക്കെയാണ്. അതുകൊണ്ട് ആർക്കും ഇഷ്ടമല്ല. പക്ഷേ കലാഭവൻ മണി ഇവിടെ ഒരു ജീവന് തുടിക്കുന്ന പാട്ടുകൾ നമ്മൾക്ക് തന്നിട്ടാണ് പോയിട്ടുള്ളത്. പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നാടൻ പാട്ടുകൾ തന്നിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊക്കെ മണിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. മണിച്ചേട്ടൻ മരിച്ചപ്പോഴാണ് ആ പാട്ടിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീവൻ വെച്ചത് കേട്ടോ. ശരിക്കും ഞാൻ വരെ കേരളക്കര ഒട്ടാകെ കരയുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് കരഞ്ഞിട്ടുണ്ട് കേട്ടോ. മണിച്ചേട്ടൻ മരിച്ചപ്പോൾ ഇപ്പോഴും മണിച്ചേട്ടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എവിടെയോ ഒരു വിങ്ങൽ ഉണ്ട്. അങ്ങനെയാണ്. ഇപ്പം മണിച്ചേട്ടൻ്റെ ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പം സുധിച്ചേട്ടൻ മരിച്ച സമയത്തും ഇതേപോലെ അവസ്ഥയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ആരും നോക്കാനുണ്ടായിട്ടില്ല. മരിച്ചപ്പോഴാണ് സുധിച്ചേട്ടൻ്റെ ഫാമിലിനെ കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞ്. കാരണം അവരെന്ത് ചെയ്യാൻ നിങ്ങൾ തന്നെ പറ. അവർ ശരിക്കും പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ പിറകിലായിരുന്നു എപ്പോഴും ആരുണ്ടായിരുന്നത്. രേണു ചേച്ചിയല്ല കേട്ടോ, രേണു ഉണ്ടായത്. എൻ്റെ അനിയത്തിയായിട്ട് വരും, ചെറിയ വയസ്സല്ലേ. അപ്പം രേണു ഉണ്ടായത്. കാരണം അവർ മരിച്ചപ്പോഴാണ് വേറെ വഴിയില്ല. അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർ ജോലി ചെയ്തേ പറ്റൂ. നല്ല മനസ്സുണ്ടായതുകൊണ്ട് ഫ്ലവേഴ്സും അതുപോലെ നല്ല ആൾക്കാരും കൂടിയിട്ട് അവർക്ക് നല്ലൊരു വീട് വെച്ചു കൊടുത്ത് അങ്ങനെ അവരെ സഹപ്രവർത്തകരൊക്കെ സുധിച്ചേട്ടനോട് സ്നേഹമുള്ള സഹപ്രവർത്തകരൊക്കെ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷ്മി നക്ഷത്രമൊക്കെ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതല്ലാണ്ട് ഇപ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർക്ക് ഭക്ഷണം കഴിക്കണം. അതിന് വേണ്ടിയിട്ട് അവരിറങ്ങാതെ പിന്നെ സുധിച്ചേട്ടൻ ഇല്ലാത്ത സമയത്ത് അവരല്ലാണ്ട് ആരാണ് അവരെ കുടുംബം നോക്കേണ്ടത്? അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളിനി ജോലിക്ക് പോകരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള കാശും ഒക്കെ ബാങ്കിൽ നിക്ഷേപിച്ച് കൊടുക്കുക. അവർ ജോലിക്ക് പോവില്ല, അവരവരുടേതായ രീതിയിൽ സുധിച്ചേട്ടനെ ഓർമ്മിച്ച് സുധിച്ചേട്ടന് വേണ്ടിയിട്ടുള്ള കണ്ണീർ വാർത്തിട്ട് അവരിപ്പോഴും അവിടെ റൂമിൽ തന്നെ ഇരിക്കും. അത് ചെയ്യാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവരവരുടേതായ രീതിയിൽ ജീവിച്ചോട്ടെ. പിന്നെ സ്പ്രേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സ്മെല്ലല്ല, ഇത് വിയർപ്പിൻ്റെ നാറ്റമെന്നല്ലേ പറയുക. അവരത് സ്മെല്ല് എന്നുള്ള രീതിയിൽ സ്പ്രേ എന്ന് പറയുമ്പോൾ സ്മെല്ലല്ലേ വരിക. അവരിത് വിയർപ്പിൻ്റെ ഒരു ഇതാക്കി മാറ്റിയതാണ്. സുധിച്ചേട്ടനെ എപ്പോഴും മണത്തോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി നക്ഷത്രനോട് പറഞ്ഞിട്ട് രേണു ചെയ്തു വെച്ചതാണത്. അതെപ്പോഴും ആവശ്യമുണ്ടാകും. സുധിച്ചേട്ടൻ്റെ മണം വേണമെന്ന് വിചാരിക്കുമ്പോൾ രേണുവിന് ഒന്ന് സ്മെല്ല് ചെയ്യാൻ വേണ്ടി ആക്കി വെച്ചതാണ്. അല്ലാണ്ട് അത് എപ്പോഴും അടിച്ചിട്ട് വരാൻ പറ്റുമോ? എന്താണ് എല്ലാവരും പറയുന്നത്? എന്തിനാ ഇങ്ങനെ മോശം പറഞ്ഞിട്ട് ആ കുട്ടീനെ വേദനിപ്പിക്കുന്നത്? അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടില്ലേ. ഇപ്പം അതുകൂടാണ്ട് ഇതുവരെ ഇല്ലാണ്ട് ഇൻ്റർവ്യൂകളും ഒക്കെ ഇവർക്ക് വേണ്ടിയിട്ട് വരുന്നു. അത് നല്ലത് തന്നെയാണ്. ഇവർക്ക് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ കാശ് കിട്ടിക്കോട്ടെ. മുമ്പൊന്നും ഇല്ലാത്തതാണ് ഇപ്പോൾ വരുന്നത്. ആ ചെറിയ കുട്ടീനെ അവരെ
മോനെ കിച്ചൂട്ടനെ വരെ ഇൻ്റർവ്യൂ ചെയ്ത്. ആ കിച്ചൂട്ടന് ബുദ്ധി ഉണ്ടായതുകൊണ്ട് അധികമൊന്നും സംസാരിക്കുന്നില്ല. ആ മോൻ അങ്ങനെ ആൾക്കാരോട് അധികം സംസാരിച്ചിട്ടൊരു പരിചയം ഇല്ലാത്തതുകൊണ്ട് അതിനെ ഉള്ളിലോട്ട് ഇങ്ങനെ വലിഞ്ഞ് അങ്ങനെയുള്ള കുറേ കുട്ടികളില്ലേ, അതുപോലെ അധികം ആൾക്കാരോട് മുമ്പിൽ വന്നിട്ട് സംസാരിക്കാത്തൊരു പ്രകൃതമാണ് ആ കുട്ടീൻ്റെ. അതുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്കൊന്നും പിന്നെ ഒന്നും കിട്ടുന്നില്ല ആ കുട്ടീൻ്റെ കയ്യിൽ നിന്ന്. മാക്സിമം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവനറിയുന്നതല്ല അവന് പറയാൻ പറ്റും. അതുകൊണ്ട് ആ ഈ ഊ എന്നുള്ള രീതിയിൽ മാത്രമേ ആ കുട്ടി പറയുന്നത്. ബുദ്ധിമാനാണ് കേട്ടോ, അങ്ങനെ തന്നെ വേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രേണുവിന് സപ്പോർട്ടാണ് കേട്ടോ. കാരണം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിപ്പം നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് ഒരുപാട് റിയാക്ഷൻ വീഡിയോസെല്ലാം ഇല്ലേ, അപ്പോൾ അതൊക്കെ വരുമ്പം ഇവർ ചെയ്ത വർക്ക് പിന്നെ ഉയരാനേ സാധ്യതയുള്ളൂ, മുകളിലോട്ട് പോകാനേ സാധ്യതയുള്ളൂ. എപ്പോഴും ഇവരെ കുറിച്ചിട്ട് പറയുന്നത് കൊണ്ട് ഇവർ ചെയ്ത വർക്കിനും അത് നല്ല സപ്പോർട്ടായി കിട്ടും കേട്ടോ. അത് നല്ല തന്നെയാണ്. വീണ്ടും വീണ്ടും വർക്കൊക്കെ കിട്ടട്ടെ രേണുവിൻ്റെ ജീവിതം നല്ല എപ്പോഴും സന്തോഷവതിയായിട്ട് കാണാനാണ് നമ്മൾക്കൊക്കെ ആഗ്രഹം കേട്ടോ. ഓക്കെ, ഇതുപോലെ എപ്പോഴും ഇങ്ങനെ പൊതുവേ ഉണ്ട് കേട്ടോ. നമ്മളെ കേരളത്തിൽ പൊതുവേ നമ്മളെ മലയാളികൾക്കുള്ള ഒരു അസുഖമാണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക, പിന്നെ അവരെ കാര്യം നോക്കിയിട്ട് ജീവിക്കുക. പക്ഷെ ജീവിക്കാൻ വേണ്ടി കാശില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരും ഇറങ്ങേണ്ടതായിട്ട് വരും. അതേ വഴിയുള്ളൂ, പിന്നെ വേറെ വഴിയില്ല. ജീവിക്കാൻ വേണ്ടി വേറെ വഴിയില്ലാതിരിക്കുമ്പോൾ അവർ തന്നെത്താലെ ഇറങ്ങേണ്ടതായിട്ട് വരും. അതേ ഇപ്പോൾ രേണു സുധിയും ചെയ്തിട്ടുള്ളൂ. രേണു അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവർ ജീവിക്കാൻ വേണ്ടി, അവർ കഷ്ടപ്പെടാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ അവരെ നമ്മളെല്ലാവരും കൂടി 2 കൈയും പിടിച്ചിട്ട് അവരെ ഉയർത്താം, അവരെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുക. അവരെ നമ്മൾക്ക് നോക്കാനൊന്നും പറ്റുന്നില്ലല്ലോ, അപ്പോൾ അവരെ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ട് അവർ ജീവിച്ചോട്ടെ. ഇനി ഇത് പറയാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. കാരണം എപ്പോഴും ഇവരെ കുറിച്ചിട്ടുള്ള വീഡിയോ, അത് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ മോശം പറയുന്നതുകൊണ്ട് മോശം പറയാതിരിക്കുക. അവരെ ഇങ്ങനെ നല്ലത് പറഞ്ഞിട്ട് അവരെ ഉയർത്തുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. മോശം പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക, സപ്പോർട്ടല്ല അവരെ ദ്രോഹിക്കാണ്ടിരിക്കുക. ഓക്കെ, അവരെ നമ്മൾ മാക്സിമം കഴിയുന്നതാണൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അവരെ മുമ്പിലോട്ട് നയിക്കാം. ഓക്കെ, ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കുക്കിംഗ് ചാനലുമായിട്ട് പോകുന്നത് നിങ്ങൾക്കറിയാലോ. കുക്കിംഗ് ചാനലും പിന്നെ ട്രാവൽ ബ്ലോഗ് അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ഇതാണ് കേട്ടോ. ഇത് പെട്ടെന്ന് പിന്നെ ഇവരെക്കുറിച്ചിനെ കുറച്ച് നല്ല കാര്യങ്ങൾ കാണുമ്പോൾ, മോശം കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അതൊന്ന് പറയണമെന്ന് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പെട്ടെന്ന് എനിക്ക് കുറച്ച് ദിവസമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു മനസ്സ് എന്നോട് പറഞ്ഞത് കാരണം ഞാനിപ്പം ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ. കുക്കിങ്ങൊക്കെ ഇഷ്ടംപോലെ ചെയ്ത് വെച്ചതൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് കണ്ടതുകൊണ്ട് ഇതിനെക്കുറിച്ചിട്ടൊന്ന് എനിക്ക് എൻ്റെ സപ്പോർട്ട്, ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ചാനൽ ഉണ്ടാകുമ്പം എൻ്റെ സപ്പോർട്ട് രേണുവിനെ അറിയിക്കണമല്ലോ. രേണു ചെയ്യുന്നത് എനിക്കത് മോശമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയിക്കണമല്ലോ. എനിക്കൊരു ചാനലുണ്ടല്ലോ, അപ്പോൾ ധൈര്യമായിട്ട് പറയാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.